Hello friends, welcome to Anandi's kitchen. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ടുള്ളൊരു മസാലക്കറി. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചക്കക്കുരു, പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ തക്കാളി. ഇതിൻ്റെ കൂടെ പിന്നെ വേറെ പൊടികളെല്ലാം വേണം, മസാലപ്പൊടികളെല്ലാം വേണം. ഇത് വഴറ്റി കഴിഞ്ഞതിന് ശേഷമാണ് അതെല്ലാം ഇടുക. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം. അതിന് മുൻപ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ ചൂടാകണം. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നായിട്ടിട്ടിട്ട് വഴറ്റണം. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വഴറ്റി ഏകദേശം പച്ചമണം പോകുമ്പോൾ ഉള്ളി വഴറ്റണം. ഉള്ളി നന്നായി വഴണ്ട് കഴിഞ്ഞാൽ പൊടികളൊക്കെ ഇടണം. മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളുത്തുള്ളി രണ്ടും കൂടിയിട്ട് ഒന്ന് അങ്ങനെ വഴറ്റണം. വഴഞ്ഞ് കുറച്ച് പച്ചമുളക്, സവാള അടുത്തത്, വേഗത്തിലൊന്ന് വാങ്ങിയിട്ട് ഉപ്പ് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ളി വേഗത്തിലൊന്ന് വാട്ടിക്കും. നമ്മൾ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണിൻ്റെ മേലെ ഇത്ര മുളക് പൊടി, ഒരു സ്പൂൺ മീറ്റ് മസാല, സിമ്മിലാണ്. സ്പീഡ് കൂട്ടിയാൽ പിന്നെ ഇവിടെ ചുമച്ചിട്ടാരും നിൽക്കില്ല. അതിൽ കുറച്ചിട്ട് തക്കാളി,
പച്ച മണം വന്നു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു സ്പൂൺ ഗരം മസാല കൂടി കുറച്ച് വെള്ളം ഒഴിക്കും. ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവാൻ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കാം. ചക്കക്കുരുവും കൂടി ആഡ് ചെയ്യാം. ചക്കക്കുരുവും കൂടി ആഡ് ചെയ്തിട്ട് ചക്കക്കുരു നല്ലോണം അടിയണ്ട, കുറച്ച് അടിച്ചിട്ട് അടിയാണ്ട് വന്നിട്ട് അധികം അടിയാണ്ട് ഇതായിട്ട് കുറച്ച് ഒരു 10 മിനിറ്റോളം ചക്കക്കുരു നല്ലോണം ഇതിലിട്ടിട്ട് വേവാം. വേണ്ടിക്കൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വേവിക്കുക. ഇത് ഏകദേശം ആയിക്കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലെല്ലാം ഇട്ട് ഇത് ഓഫ് ചെയ്യാം. സ്റ്റൗവിന് ഓഫ് ചെയ്യാം. ഇങ്ങോട്ട് വറങ്ങി ഇത് ഇനിയിപ്പോൾ താളിക്കണം. അതിനൊരു പാൻ അടുപ്പത്ത് വെക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് താളിക്കും. ഇത് റെഡിയായി. ഇനി സെർവിങ് ഡിഷിലാക്കിയാൽ ഇതിൻ്റെ പണി കഴിഞ്ഞ്. ഇത് കുറച്ച് കുരു, എല്ലാ കുരുവും അടിക്കണ്ട, കുറച്ച് കുരു അടിക്കാണ്ടും കുറച്ച് അടിച്ചിട്ടുള്ളവർ ചക്കക്കുരു മസാലക്കറി, എല്ലാ മസാലകളും ചേർത്തിട്ടുള്ള മസാലക്കറി. ഇതിൽ മീറ്റ് മസാലയെല്ലാം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മസാലക്കറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉപ്പെല്ലാം നോക്കി വെള്ളങ്ങൾ ഉപ്പ് കൂട്ടുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നു. ഇത് എൻ്റെ കറി റെഡിയായി. ഇത് നിങ്ങൾ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഡിഷും കൊണ്ട് വരുന്നവർ ബൈ.